അതായത് വൈകിട്ട് ഏകദേശം 8:30 ഇപ്പോൾ 1-2 ചാനലുകളിലും മറ്റും വിളിച്ചു പറഞ്ഞു, ഹണി റോസ് വീണ്ടും എനിക്കെതിരെ പരാതി നൽകി. അതായത് പോലീസ് കഴമ്പില്ലെന്ന് കണ്ട് പോലീസ് ഇതിൽ ഇയാൾക്കെതിരെ കേസിടാൻ പറ്റില്ല, കോടതി വഴി പോകണമെന്ന് പറഞ്ഞ കേസ് പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തു. എല്ലാവർക്കും പറ്റേ. ഞാൻ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഈ IT ആക്ടിന്റെ 67 വകുപ്പിൽ വരുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ കൺമുന്നിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയല്ലേ. ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കുന്നു? നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വകുപ്പുകൾ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. അതായത് 4 ദിവസം മുമ്പാണ് ഹൈക്കോടതി എന്റെ കേസ് തീർപ്പാക്കുകയും രാഹുൽ ഈശ്വറിനെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിലോ കോഴ്സീവ് ആക്ഷൻ എടുക്കണമെങ്കിലോ 2 ആഴ്ച നോട്ടീസ് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് 3-4 ദിവസം മുമ്പുള്ള വിധിന്യായം നടന്നിരിക്കുകയാണ്. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാര്യം ഈ നാട്ടിൽ അങ്ങനെ പുരുഷനെതിരെ കേസെടുക്കുന്നതാണ് പുരോഗമനം. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നു. പുരുഷനെ അങ്ങനെ കേസിൽ കൊടുക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്യലാണ്. പുരുഷനെതിരെ വ്യാജ പരാതി വന്നാൽ അത് പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമില്ല, ആ വ്യാജ പരാതി നിലനിൽക്കും എന്നുള്ളൊരു അവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആയോണ്ട് ഫൈറ്റ് ചെയ്യും, സംശയമൊന്നുമില്ല. മതി, ഇത്രയും മതി. എന്റെ ഹണി റോസിന്റെ പരാതിയോടുള്ള പ്രതികരണം എനിക്കും ഒരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് അന്ന് പറയാം, അതിനി അധികം വൈകില്ല. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു ഇരയാണ് ഞാനും. അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിരിക്കണം. 100% ഞാൻ യോജിക്കുന്നു. ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളൂ. ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും. ഹണി റോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യം. ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ വ്യാജ പരാതി കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഈ നാട്ടിൽ ഇനി ഉണ്ടാകും. I will meet you only after my successful operation. Goodbye.